15 ലക്ഷം രൂപയുടെ കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് അല്ലെങ്കിൽ കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ വാലിഡായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏതൊരു വാഹന ഉടമയും തങ്ങളുടെ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനൊപ്പം നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു കവറേജാണിത്. CPA കവറേജ് എന്ന പേരിലാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ മിക്കവർക്കും ഒന്നിൽ കൂടുതൽ വാഹനം ഉള്ളവരായിരിക്കും. അപ്പോൾ സാധാരണയായി കണ്ടുവരുന്നത് അവർ ഏതെങ്കിലും ഒരു വാഹനത്തിന് മാത്രം ഈ കവറേജ് എടുക്കും. ബാക്കിയുള്ള വാഹനത്തിന് വേണ്ട എന്ന് ഏജൻറ്റിനോടോ അല്ലെങ്കിൽ കമ്പനിയോടോ നിർദ്ദേശിക്കും. അവരത് നിർബന്ധിച്ച് കൊടുക്കാറില്ല, കാരണം ഓൾറെഡി ഉള്ളതാണെന്ന് കരുതി കൊടുക്കാറുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഏത് വാഹനത്തിനാണോ നിങ്ങൾക്ക് CPA ഉള്ളത്, ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കുമ്പോഴോ അപകടത്തിലിട്ടാൽ മാത്രമേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ കവറേജ്, അതായത് ഈ 15 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഒന്നിൽ കൂടുതൽ വാഹനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് ഇതെടുക്കും, ബാക്കിയുള്ളതിനൊന്നും എടുക്കത്തില്ല. ഒരു വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി എടുക്കുമ്പോൾ ആ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ തുകയിൽ 275 രൂപയും 18% ടാക്സും, അതായത് ഏകദേശം 325 രൂപയോളം നിങ്ങൾ മുടക്കുന്നത് ഈ 15 ലക്ഷം രൂപയുടെ കവറേജിലാണ്. ഈ തുക ലാഭിക്കാനായിട്ട് പലരും ഏതെങ്കിലും ഒരു വാഹനത്തിനാണ് ഇത് നോർമലായി എടുക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വാഹനത്തിന് മാത്രമേ നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കവറേജ് ലഭിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊട്ടക്ഷൻ, അതായത് ഈ 15 ലക്ഷം രൂപയുടെ കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡ് അലോണായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സ്റ്റാൻഡ് അലോണായി എടുക്കുമ്പോൾ 275 ടാക്സും എന്നുള്ള തുകയിൽ അല്പം കൂടി 375 രൂപയും ടാക്സും അടക്കം 443 രൂപ ആകുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഏതൊരു വാഹനവും ആ പോളിസിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ എത്ര വാഹനമായിക്കോട്ടെ, ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും എൻജിൻ നമ്പർ, ചേസിസ് നമ്പറും ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള CPA കവറേജിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ 15 ലക്ഷം രൂപയുടെ കവറേജ് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടൊരു ലൈസൻസ് ഉണ്ടായിരിക്കെ നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഈ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി അതിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു, അതായത് മറ്റുള്ള ഏതെങ്കിലും ഒരു പെയ്ഡ് ഡ്രൈവറെ വെച്ച് നിങ്ങൾ ആ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു, നിങ്ങൾക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപയുടെ കവറേജ്, അല്ലെ 15 ലക്ഷം രൂപ നിങ്ങളുടെ നോമിനി, ആരാണോ നോമിനിയായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് ആ പാർട്ടിക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ നൽകേണ്ടതാണ്. അത് ഒരു കോടതി നടപടിക്രമങ്ങളും ഇല്ലാതെ തന്നെ 30 ദിവസത്തിനുള്ളിൽ ആ തുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പിന്നെ മരണം സംഭവിക്കുന്നത് 6 മാസത്തിനുള്ളിൽ ആണ് എങ്കിലും ഈ തുക നിങ്ങൾക്ക് മുഴുവനായി, അതായത് 15 ലക്ഷം രൂപ മുഴുവനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പാർഷ്യൽ ഡിസബിലിറ്റി, ഭാഗികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, പാർഷ്യൽ ഡിസബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൈയോ കാലോ അല്ലെങ്കിൽ ഏതോ ഒരു കണ്ണോ പൂർണ്ണമായും ഡാമേജായി പോവുകയാണെങ്കിൽ നിങ്ങളെ പാർഷ്യൽ ഡിസബിലിറ്റി ആയിട്ടാണ്, ഡിസേബിൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തുകയുടെ, അതായത് ഈ 15 ലക്ഷം രൂപയുടെ 50% നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൂർണ്ണമായും ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെർമനൻറ്റ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയോ കാലോ, 2 കൈയോ കാലോ അല്ലെങ്കിൽ 2 കണ്ണുകളോ ഡാമേജായി പോവുകയാണ്, നിങ്ങൾക്ക് പൂർണ്ണമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റിൽ, അപകടത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിലാണ് പെർമനൻറ്റ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതും. അങ്ങനെ വരുമ്പോഴാണ് 15 ലക്ഷം രൂപ, അല്ലെങ്കിൽ ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും 15 ലക്ഷം രൂപ നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിസി എടുക്കുമ്പോൾ, നിങ്ങൾക്ക് തേർഡ് പാർട്ടി എടുക്കുമ്പോൾ നോമിനിയെ മാക്സിമം ആരാണോ അതിനകത്തുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് വെക്കാൻ ശ്രമിക്കുക. നോമിനിയെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകളില്ലാതെ തന്നെ നിങ്ങളുടെ ആ നോമിനിക്ക്, അതായത് സ്പൗസോ അല്ലെങ്കിൽ മകനോ മകളോ അല്ലെങ്കിൽ പേരൻസ് ആരെങ്കിലും ആണെങ്കിൽ അവരെയോ നിങ്ങൾക്ക് ഈ പോളിസിക്കൊപ്പം നോമിനിയായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുകയാണ് എങ്കിൽ ആ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേരിലേക്ക് RC ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഈ കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ ആ തേർഡ് പാർട്ടിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം പലരും ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് മാറുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ്, ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടാണോ എടുത്തിരിക്കുന്നതെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിനകത്ത് CPA, അതിന് ബ്രാക്കറ്റിൽ ഒരു 15 ലക്ഷം രൂപ CPA കവറേജ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ CPA കവറേജും കൂടെ എടുത്തിരിക്കുക, നിർബന്ധമായും എടുത്തിരിക്കുക. ഇത് എല്ലാ വർഷവും അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി പുതുക്കുന്നതിനോടൊപ്പം തന്നെ അതും പുതുക്കേണ്ടതാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അതിന് കാരണത്താൽ ഈ വാഹനം അപകടത്തിൽ പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ
ഒരു കാരണവശാലും ഈ 15 ലക്ഷം രൂപയുടെ ഈ കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.